2019 യുവതീ പ്രവേശനത്തിൻ്റെ പേരിൽ വിശ്വാസത്തിനെതിരെയുള്ള കടന്നാക്രമണം ഉണ്ടായി. അന്നും സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിന് മുൻകൈയെടുത്തത്. ഇപ്പോഴിതാ ഹൈബി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ശ്രീകോവിൽ എന്ന് പറയുന്ന സർ 41 ദിവസം വ്രതമെടുത്തിട്ട് അയ്യപ്പ ഭക്തന്മാർ കഠിനമായിട്ടുള്ള മല ചവിട്ടിയിട്ടാണ് സന്നിധാനത്ത് എത്തുന്നത് സർ. അവിടെ എത്തുമ്പോൾ 30 സെക്കൻഡ് അയ്യപ്പ വിഗ്രഹത്തെ കാണുന്നതിന് വേണ്ടി അതിന് സായുജ്യം അടയുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ ചെല്ലുന്നത് സർ. അവിടെയാണ് സർ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള ധ്വജവും അതുപോലെ തന്നെ പെട്ടളപ്പാളയും എല്ലാ സ്വർണവും ചെമ്പാക്കി മാറ്റി മോഷ്ടിച്ചിരിക്കുന്നത്. പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള ലോക്സഭയിൽ എങ്ങനെയാണ് പ്രതിപക്ഷ എം പിമാർ, കോൺഗ്രസ് എം പിമാർ ഉന്നയിച്ചത്? ഏത് സാഹചര്യത്തിലായിരുന്നു, എപ്പോഴായിരുന്നു? പ്രതീക്ഷ ശൂന്യവേളയിലാണ് ലോക്സഭയിൽ KC വേണുഗോപാലും ഹൈബി ഈഡനും വിഷയം ഉന്നയിച്ചത്. KC വേണുഗോപാൽ ഗുരുതരമായ ഒരു ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള SITയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം, അതായത് കോടതി നിയന്ത്രണത്തിലുള്ള SIT ആണ് സർക്കാർ പല വിധത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് വേണു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്വർണം വീണ്ടെടുക്കാനുള്ള നടപടികൾ വേണം. ഈ പല പ്രമുഖരും ഇപ്പോഴും മറയ്ക്ക് പുറത്തു നിൽക്കുന്നു. ഈ വിഷയത്തിൽ ഇവരെയൊക്കെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് KC വേണുഗോപാൽ ഇന്ന് ആവശ്യപ്പെട്ടത്. മാത്രമല്ല, വലിയ തോതിലുള്ള ആചാര ലംഘനം നടക്കുന്നു, വിശ്വാസികളുടെ മുറിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഹൈബി ഈഡൻ ഉന്നയിച്ചത് BJPയുടെ മൗനത്തെ കുറിച്ചാണ്. അതായത് BJPയുടെ മൗനം ദുരൂഹമാണ് എന്നാണ് ഹൈബി ഈഡൻ പറഞ്ഞത്. ഇത് CPM-ഉം BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടത്തിന്റെ സൂചനയാണ് എന്നാണ് ഹൈബി ഈഡൻ ആരോപിക്കുന്നത്. മാത്രമല്ല, CPM-ന്റെ MLA ആയിരുന്ന പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്. CPM നേതാവായിരുന്ന വാസു ജയിലിലാണ്. വർഷങ്ങളായി ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കുന്ന ഒരു നടപടിയാണ് നടക്കുന്നതെന്നും ഹൈബി ഈഡൻ ലോക്സഭയിൽ ആരോപിച്ചു. വസന്താണ് വിവരങ്ങൾ നൽകിയത്.